എന്റെ ആധാരം പണയം വെക്കേണ്ടി വരുമായിരുന്നു, ബില്ലും കാര്യങ്ങളൊക്കെ വെച്ച്. ജിയോബേസ് ഞാൻ കംപ്ലീറ്റ്ലി വൈപ്പ് കോഡ് ചെയ്ത് ഉണ്ടാക്കിയ പ്രോജക്റ്റാണ്. ബേസിക്കലി ഒരു വിത്തിൻ 1 hour കൊണ്ട് എനിക്ക് അതിന്റെ ഒരു ഫസ്റ്റ് വേർഷൻ ആൾമോസ്റ്റ് ഫുൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ബേസിക്കലി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് വൈപ്പ് കോഡ് ചെയ്ത പ്രൊജക്ട്സ് നമുക്ക് പ്രൊഡക്ഷണൽ ആപ്ലിക്കേഷൻസിലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ അത് വെറും സ്കാമാണ്. ബേസിക്കലി എനിക്കിത് 200 million റിക്വസ്റ്റിലേക്ക് വരെ വിത്തൗട്ട് എ ഡൗട്ട് ടൈം എന്ത് ചെയ്യാൻ പറ്റി, സ്കെയിൽ ചെയ്യാൻ പറ്റി. ഇറ്റ്സ് നോട്ട് അബൌട്ട് വൈപ്പ് കോഡിങ്. ആരാണ് ഈ ഡിസിഷൻസ് എടുക്കുന്നത്? കോഡ് എഴുതുന്നത് AI ആണെങ്കിലും നമ്മളായിരിക്കണം അതിന്റെ ഡിസിഷൻ എടുക്കുന്നത്. എന്തൊക്കെ ആർക്കിടെക്ചർ സംഭവങ്ങൾ എടുക്കണം എന്നുള്ള കാര്യങ്ങളാണെങ്കിലും. ഇപ്പോൾ സെയിം പ്രൊജക്ട് ഞാൻ വെർസല്, റിയാക്ട്, നെക്സ്റ്റ് ഒക്കെ വെച്ചിട്ടാണ് ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ എൻ്റെ ആധാരം പണയം വെക്കേണ്ടി വരുമായിരുന്നു, ബില്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. കാരണം 200 million റിക്വസ്റ്റ് വെർസലിലേക്കാണ് ഹിറ്റ് ചെയ്യുന്നത് വിത്തൗട്ട് എ ക്ലൗഡ് ഫെയർ പ്രോക്സി ആണെങ്കിൽ ഒബ്വിയസ്ലി അത് ഒരു വലിയ നമ്പർ ബില്ലെത്തിയിട്ടുണ്ടായിരുന്നു. ഇൻ ദിസ് ചാനൽ ഐ വിൽ ബി ഷെയറിംഗ് മോർ അബൌട്ട് ഹൗ വൈപ്പ് കോഡിംഗ് വർക്ക്സ് ആൻഡ് എവറിത്തിങ്. സോ എല്ലാവരും കൂടെ കൂടിക്കോളൂ. ബൈ.